ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പൂച്ചപ്രേമികൾക്കൊക്കെ ഭയങ്കര സങ്കടം ഉണ്ടാക്കുന്ന ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം കേട്ടത്. നിങ്ങളും വായിച്ചു കാണും. നാദൃശ്യ തൻ്റെ പോസ്റ്റിൽ, ഫേസ്ബുക്ക് പോസ്റ്റിൽ തൻ്റെ ഒരു പൂച്ച അതിനെ ഗ്രൂമിങ്ങിന് കൊണ്ടുപോയിട്ട് അത് മരണപ്പെട്ടതായിട്ട് ന്യൂസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അദ്ദേഹം ഞാനതിന് ഡീറ്റെയിൽസ് വേറൊരു പോസ്റ്റിൽ വായിച്ചത്, അതിനെ സെഡേഷൻ കൊടുത്തതിന് ശേഷമാണ് സാധാരണ ഗ്രൂം ചെയ്തിരുന്നത്. പലപ്പോഴും അങ്ങനെ ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. അപ്പം അത്രയ്ക്കും അക്രമാസക്തനാണ് ആൾ. ഒരു പക്ഷേ ചില പൂച്ചകൾ എങ്ങനെയാണ്, നമ്മുടെ ഓണറല്ലാതെ മറ്റൊരാൾ അടുത്ത് വരുന്നതും എടുക്കുന്നതും അങ്ങനെയൊന്നും ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല. പ്രത്യേകിച്ച് ഇവരെ ഗ്രൂമിങ്ങിന് കൊണ്ടുപോകുമ്പോൾ അവർക്കതൊക്കെ ഭയങ്കര, പൊതുവേ പൂച്ചകളങ്ങനെ കുളി, വെള്ളം ഒക്കെ ഭയങ്കര ഇഷ്ടക്കേടായിട്ടുള്ള കാര്യങ്ങളാണ് അതൊക്കെ. പിന്നെ നമ്മളിങ്ങനെ വീട്ടിലൊക്കെ ഓമനിച്ച് വളർത്തുന്നതുകൊണ്ട് വീട്ടിൽ നമ്മൾ എടുക്കുകയും ഒക്കെ ചെയ്യുന്നതുകൊണ്ട് നമ്മളതിനെ കുളിപ്പിക്കാറുണ്ട്. നാടൻ പൂച്ചകളെ പലപ്പോഴും നമ്മളങ്ങനെ മിക്കവരും തന്നെ ചെയ്യാറില്ല. എന്നാൽ ഇവരെ വേണം, കാരണം ഇവരങ്ങനെ സ്വയം ക്ലീനാക്കുന്നതൊക്കെ വളരെ കുറവാണല്ലോ. അപ്പോൾ അങ്ങനെ ഇൻഫെക്ഷനോ കാര്യങ്ങളോ ഒക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് വല്ലപ്പോഴും ഒക്കെ നമ്മൾ ചെയ്യുന്നത്. തന്നെയല്ല, ഹെയർ ഒരുപാട് ലോങ് ആയി കഴിയുമ്പോഴും അവർക്ക് ബുദ്ധിമുട്ടാവും. അതുപോലെ ഈ ചെവി ക്ലീനിങ്, ഫേസ്, കണ്ണ്, അതൊക്കെ ക്ലീനിങ്ങൊക്കെ ഇവർ ഭയങ്കര മടുപ്പാണ് നാടൻ പൂച്ചകളെ കഴിഞ്ഞു. നാടൻ പൂച്ചകൾ ശ്രദ്ധിച്ചാൽ അവരെപ്പോഴും അവരുടെ ദേഹമൊക്കെ നക്കിയും തുടച്ചും ഫേസൊക്കെ എപ്പോഴും കഴുകിയും ഭയങ്കര നീറ്റായിട്ട് സൂക്ഷിക്കുന്നവരാണ്. അവരെ കുളിപ്പിച്ചില്ലെങ്കിലും പ്രശ്നമൊന്നുമല്ല. പക്ഷേ ഇവരെ സംബന്ധിച്ച് നമ്മളങ്ങനെ ഗ്രൂമിങ്ങിന് കൊണ്ടുപോകാറുണ്ട്, നഖമൊക്കെ വെട്ടി. അപ്പോൾ അവരെ കൊണ്ടുപോയാൽ അവരെല്ലാം ഒന്ന് നല്ല സെറ്റാക്കി തരും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. പലപ്പോഴും നമ്മളവിടെ കൊണ്ടുപോയി വിട്ടിട്ട് നമ്മളൊരിക്കലും പോകാൻ പാടില്ല. ഞാൻ തന്നെ എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മെയിൽ ക്യാറ്റിനെ ഞാൻ ഇതുപോലെ ഗ്രൂമിങ്ങിന് കൊണ്ടുപോയിട്ട് അതിനെ ഹെയർ ഫുള്ളും കളയാമെന്നും പറഞ്ഞ് ചെയ്തിട്ട് അവർ ചെയ്ത് വെച്ചത് ഞാനവിടെ കൊടുത്തു വെച്ചിട്ട് പോവുമായിരുന്നു ചെയ്തത്. തിരിച്ചു വന്നപ്പോൾ അവനാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ ഷെയ്വ് ചെയ്ത് വെച്ച പോലെയായി. ഞാനവിടെ കൊടുത്തിട്ട് പോരുമ്പോൾ 2 ബംഗാളികൾക്കാണ് ഓണർ ഇവനെ കുളിപ്പിക്കാൻ ഗ്രൂം ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തു വിടുന്ന കണ്ടത്. പക്ഷെ ഇങ്ങനൊരു ചതിയെന്ന് ഞാനും ഒട്ടും പ്രതീക്ഷിച്ചില്ല. എൻ്റെ ഫസ്റ്റ് ടൈം ആയിരുന്നു, അതുകൊണ്ട് അങ്ങനൊരു പറ്റി. അതുപോലെ എനിക്ക് ഉള്ള ഫീമെയിൽ ക്യാറ്റ് ഇതുപോലെ ഭയങ്കര, അവൾ ഭയങ്കര അക്രമാസക്തയായി, ഇതുപോലെ പ്രശ്നം ഉണ്ടാക്കും ഗ്രൂമിങ്ങിനൊക്കെ. ഞാൻ അതുകൊണ്ട് സത്യം പറഞ്ഞാൽ വൈബ്സൊക്കെ ആയിട്ട് തുടച്ചും നൂത്തും ഒക്കെ കൊണ്ട് നടക്കുക അതിനെ. ഞാനും കുളിപ്പിച്ചിട്ടില്ല, പക്ഷെ ഞാൻ ഈ മെയിൽ ക്യാറ്റിനെ ഞാൻ തന്നെ കുളിപ്പിച്ചിട്ടൊക്കെയുണ്ട്. പക്ഷെ പലപ്പോഴും ഹെയർ ലോസ് ഭയങ്കരമായിട്ടുണ്ടാകുന്നു നമ്മൾ കുളിപ്പിച്ചൊക്കെ കഴിയുമ്പോഴത്തേക്കിന്. അത് ഈ ഫേസിലൊക്കെ ഹെയർ ഭയങ്കരമായിട്ട് പോയി കഴിയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവനെ കാണുമ്പോഴൊക്കെ നമുക്ക് തന്നെ സങ്കടം വരും. നല്ല ഹെയർ ഉള്ള ഒരു ടൈപ്പാണ് ഇവിടുത്തെ കിമ്മ ആൺപൂച്ച. അപ്പോൾ ഈ നാദൃശ്യയുടെ പൂച്ചയെ കണ്ടപ്പോൾ തന്നെ എന്തൊരു ഓമനത്താണ്, ഭയങ്കര രസമുള്ളൊരു പൂച്ച. സത്യം പറഞ്ഞാൽ നമ്മളിവരെയൊക്കെ ഒത്തിരി സ്നേഹിച്ചിട്ട് ഇങ്ങനെ ഓരോ മറ്റൊരാളുടെ മിസ്റ്റേക്ക് കൊണ്ട്, മറ്റൊരാളുടെ അല്ല നമ്മുടെ തന്നെ ആണെങ്കിലും അത് നമുക്ക് ഭയങ്കര വിഷമമായിട്ട് തീരും. ഇതിനെയൊക്കെ മരിച്ചു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമായി പോകും. എനിവേ, അദ്ദേഹത്തിൻ്റെ സങ്കടം അദ്ദേഹം പറഞ്ഞ്, അതുപോലെ പെറ്റ് ഹോസ്പിറ്റലിൽ അവർ സെഡേഷൻ കൊടുക്കുമ്പോൾ എന്തോ അതിൻ്റെ കഴുത്തിൽ കുടുക്കിയിട്ടിട്ടൊക്കെയാണ് ചെയ്തതെന്നൊക്കെയാണ് പറയണത്. അതിനെ ഒന്ന് അനുനയിപ്പിക്കാനായിരിക്കാം. അതൊരു പക്ഷേ അവിടെ ഒരു വലിയ മിസ്റ്റേക്കായിട്ട് വന്നു. അങ്ങനെയാണത് സംഭവിച്ചത്. അപ്പോൾ നമ്മളും ഗ്രൂമിങ്ങൊക്കെ കൊണ്ടുപോകുമ്പോൾ നമ്മളും ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. എനിക്ക് തോന്നുന്നു ഈ സെഡേഷൻ കൊടുത്തിട്ടുള്ള ഗ്രൂമിങ്ങൊക്കെ, അതൊക്കെ കേട്ടപ്പോൾ തന്നെ ഭയങ്കര വിഷമം തോന്നി. ഇവിടെ കിമ്മിന് ഇതുപോലെ അവൻ്റെ സ്കിന്നിൽ ചെറിയ ഇൻഫെക്ഷനൊക്കെ പോലെ വന്നപ്പോൾ അതിന് മരുന്ന് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഇതുപോലെ സെഡേഷൻ കൊടുത്തായിരുന്നു. 2 ദിവസത്തോളം പുള്ളി ഭയങ്കരമായിട്ട് ഉറങ്ങിയും മയങ്ങിയും കിടക്കുന്ന കാണുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം തോന്നി. അങ്ങനെ പിന്നെ അങ്ങനെ ഒരു സംഭവം വരാതിരിക്കാൻ വേണ്ടി വളരെ ശ്രദ്ധിക്കുക. നമുക്ക് തന്നെ ഇത് ഭയങ്കര സങ്കടമാണ്. മനുഷ്യർക്കാണെങ്കിൽ പറയാനെങ്കിലും പറ്റും, മൃഗങ്ങൾക്കതൊന്നും പറ്റില്ലല്ലോ. എനിവേ, ഇതൊരു ഭയങ്കര സാഡ് ന്യൂസായിപ്പോയി. അതുകൊണ്ടൊന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.